അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സഹോദരങ്ങളെ, സമസ്തക്കാർക്ക് ഒരു ജാറം കൂടി. സയ്യിദ് ഫസൽ കോയമ്പത്തങ്ങൾ മരിച്ചു, കൂറത്തങ്ങൾ നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. അതോടുകൂടി പിന്നെ സമസ്തക്കാർക്ക് ഇനി വിളിച്ച് പ്രാർത്ഥിക്കാൻ ഒരു ജാറം കൂടി ഇപ്പോൾ ക്ലിയർ ആയിട്ടുണ്ട്. കാരണം ജാറങ്ങൾ പെറ്റ് പെരുകയാണല്ലോ. ജാറങ്ങൾ ഇങ്ങനെ പെരുകിക്കൊണ്ടേയിരിക്കുന്നു, ഔലിയാക്കന്മാർ മരിച്ചുകൊണ്ടേയിരിക്കുന്നു, ജാറങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുന്നു. അതിനോടൊപ്പം തന്നെ ഇനിയിപ്പോൾ കൂറത്തങ്ങളുടെ പേരിൽ ഇനി ഉറൂസ്, നേർച്ച, അതുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇനി കൂറത്തങ്ങളുടെ മൗലിദ്, കൂറത്തങ്ങളുടെ മാല, പിന്നെ കൂറത്തങ്ങളുടെ മദ്ഹ് പാട്ടുകൾ, ഇങ്ങനെ ഇനി ഇഷ്ടംപോലെ സാധനങ്ങൾ ഇങ്ങനെ അടിച്ചിറക്കാൻ തുടങ്ങും. അപ്പോൾ പിന്നെ ഒരു ജാറും കൂടി ഓക്കെ ആയിട്ടുണ്ട്. ആദ്യം വെള്ളത്തുണി പുതച്ച് കിടത്തുന്ന ഒരു രംഗം, മിനിറ്റുകൾ ശേഷം അത് വീണ്ടും ഒരു പരിണാമത്തിലേക്ക് മാറിയിട്ടുണ്ട്. അതായത് നമ്മുടെ ട്രാൻസ്ഫോമറൊക്കെ നിൽക്കുമ്പോൾ കമ്പിവേലി കെട്ടൂലേ, അതേപോലെ കെട്ടി തിരിച്ചിട്ടുണ്ട്. ഇനി അതിങ്ങനെ ആയി അവസാനം അത് വലിയ ഒരു ജാറമായി, വലിയ ഹൈറ്റിലും വെയിറ്റിലും നീട്ടത്തിലൊക്കെ കെട്ടിപ്പൊക്കി പട്ടി വിരിച്ച് നിലവിളക്കൊക്കെ വെച്ച്, പിന്നെ അവിടെ ചെണ്ട മുട്ടും മാണിയും ബീപ്പിയും അമ്പാരിയും ഒക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകാനുള്ള ഒരു സുവർണ അവസരം സമസ്തക്കാർക്ക് കിട്ടിയിട്ടുണ്ട്. ഇതുവരെ തങ്ങളെ കാണാൻ അങ്ങോട്ട് പോക്കായിരുന്നു എല്ലാവരും പരിപാടി. തങ്ങളെ കാണണം, പിന്നെ കെട്ടിപ്പിടിക്കണം, അതേപോലെ തന്നെ തങ്ങളോട് പോയിട്ട് വിഷമങ്ങൾ പറയണം. അതൊക്കെ ഇവിടുന്ന് ആൾക്കാർ വണ്ടി വിളിച്ച് തങ്ങളെ കാണാൻ വേണ്ടി, കൂറത്തങ്ങളെ കാണാൻ വേണ്ടി അങ്ങോട്ട് പോക്കായിരുന്നു. ഇനിയിപ്പോൾ അങ്ങോട്ട് പോണ്ട. ഇനി ആർക്ക് ആവശ്യം അവിടെ നിന്ന് വിളിച്ചാൽ തങ്ങൾ ഇങ്ങോട്ട് വരികയാണ്. ഇതാണ് ഇവരുടെ കോലം. അതായത് മരിക്കുന്നതിന് മുമ്പൊക്കെ തങ്ങളെ കാണാൻ അങ്ങോട്ട് പോകണം, മരണപ്പെട്ട് കഴിഞ്ഞാൽ തങ്ങൾ ഇങ്ങോട്ട് വരും. ഇതാണ് ഇവരുടെ വിശ്വാസം. ഇനി വീട്ടിലിരുന്നിട്ട് തങ്ങളുടെ ഹക്ക് കൊണ്ട്, തങ്ങളെ ബർക്കത്ത് കൊണ്ട്, ഹക്ക് കൊണ്ട്, ജാഹ് കൊണ്ട്, വബി ഹക്കിഹിം വബി ജാഹിഹിം യസ്രി അസ്റനാ വസഹിലു മൂറനാ വഹസ്സുൽ മുറാദന, നിങ്ങൾ നീട്ടി വിളിച്ചാൽ മതി. മുമ്പ് തങ്ങളെ കാണാൻ ഫോൺ ചെയ്യണം, അവിടെ ഉണ്ടോന്ന് ചോദിക്കാൻ അങ്ങോട്ട് പോകണം. തങ്ങൾ മരിച്ചപ്പോൾ അല്ലാഹു ഗഫിർലഹു വർഹംഹു വഅഫൻഹു എന്നൊക്കെ പ്രാർത്ഥിച്ചു. അള്ളാഹുവെ കരുണ ചെയ്യണേ, അള്ളാഹുവെ പുറത്തു കൊടുക്കണേ എന്നൊക്കെ ദുആ ചെയ്തു. അത് ഖബറിലേക്കാൾ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെ പോയിട്ട് അതുവരെ പറഞ്ഞത് തങ്ങൾക്ക് പുറത്തു കൊടുക്കാനാണ്. പിന്നെ ഖബറിലേക്ക് ഇറക്കി കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ സ്വഭാവം മാറി. പിന്നെ ചോദിക്കുന്നത് ഇനി ഇങ്ങോട്ട് തരണേന്നാണ്. ഇനി ഇങ്ങോട്ട് കൂട്ടി തരണേ, കച്ചവടത്തെ ബർക്കത്ത് തരണേ എന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് ചോദിക്കില്ല. അതുവരെ അങ്ങോട്ട് കൊടുക്ക് റബ്ബേ, അങ്ങോട്ട് കൊടുക്ക് റബ്ബേ എന്ന് പറഞ്ഞ നാവുകൊണ്ട് തിരിച്ച് ഇങ്ങോട്ട് താ തങ്ങളെ എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പൊ ജാറങ്ങൾ പെരുകിക്കൊണ്ടേ ഇരിക്കുന്നു. ഇനിയിപ്പോൾ ആൾക്കാർക്കാർക്കും ഇനിയിപ്പോൾ കുറത്തങ്ങളെ കാണാൻ വേണ്ടി അങ്ങോട്ട് പോകണ്ട, ജാറത്തിലേക്കും പോണ്ട. കാരണം ഇനിയിപ്പോൾ വീട്ടിലിരുന്ന് തന്നെ വിളിച്ച തങ്ങൾ നേരെ ഇങ്ങോട്ട് വരും. ഇനിയിപ്പോൾ തങ്ങൾ കൈ പുറത്തിടുന്നു, തങ്ങളായിട്ട് സംസാരിക്കുന്നു, തങ്ങൾ സ്വപ്നത്തിൽ വരുന്നു. ഇനിയിപ്പോൾ എന്തൊക്കെ കറാമത്തൊക്കെ ഇനിയിപ്പോൾ കാണാൻ കെടുക്കണം. ഇങ്ങനെ ഔലിയാക്കന്മാര് ഒരാൾ മരിച്ചാൽ ഉടനടി പിന്നെ കറാമത്ത് വിളമ്പലായി. ഇനി കൂറത്തങ്ങളെ കറാമത്ത് ഇനി CM വളവിന് വലിയ സ്ഥാനം കിട്ടും തോന്നണില്ല. കാരണം ഇനിയിപ്പോൾ കൂറത്തങ്ങളെ കറാമത്തായിരിക്കും. ഇനി വിപണിയിൽ ഏറ്റവും കൂടുതൽ മാർക്കറ്റിൽ നല്ല വിലയുള്ള സാധനം ഇനിയിപ്പോൾ കൂറത്തങ്ങളെ കറാമത്തായിരിക്കും. ഇനിയിപ്പോൾ CM വളവരൊക്കെ പുറത്തേക്ക് നിൽക്കേണ്ട ഒരു അവസ്ഥയാണ്. ഇനിയിപ്പോൾ മാലയായി, കൂറമാല, കൂറ മൗലൂദ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്നും ഇങ്ങനെ അടിച്ചിറക്കും. അപ്പോൾ ജാറം ഒന്ന് കൂടിയിട്ടുണ്ട്. അല്ല, പെറ്റ് പെരുകട്ടെ, കാരണം ഇവരെ ഉപജീവന മാർഗം അതാണല്ലോ. പലരും നമുക്ക് കമന്റ് പറയുന്നുണ്ട്, പിന്നെ ജാറമൊക്കെ അവരെ ഉപജീവന മാർഗമാണ്. ഇപ്പോൾ ബദർ ഉണ്ടാക്കിയത് ഇവർക്ക് തിന്നാൻ വേണ്ടിയിട്ടാണെന്നല്ല അവർ പറഞ്ഞത്. അതേ രൂപത്തിൽ ജാറം ഇവർക്ക് വിറ്റ് തിന്നാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവർ ജാറും പരിപാടിയിലൊക്കെ അവിടെ നടക്കട്ടെ. പരലോകത്ത് കൃത്യമായിട്ട് ചോദ്യം ചെയ്യപ്പെടും. ചോദ്യം ചെയ്യുമ്പോൾ കൃത്യമായിട്ട് മറുപടി പറയണം. ഈ ചൂഷണം, ഈ ചൂതാട്ടവും എങ്ങനെയാണ് ഇസ്ലാം കൃത്യമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. ഒരാൾ മരിച്ചാൽ ഖബറിന്റെ ഹൈറ്റ് എത്രയാണ്, ഒരു ചാണേ പാടുള്ളൂ എന്ന് റസൂലുള്ളാഹി അത് കൃത്യമായിട്ട് പഠിപ്പിച്ചതാണ്. സ്വഹാബത്തിന്റെ ഖബർ ബദറിൽ അവിടെ പോയാൽ നിങ്ങൾക്കറിയാം, അവിടെ ഹജ്ജിനും ഉംറക്കൊക്കെ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ജന്നത്തുൽ ബഖീയൊക്കെ പോയി നോക്കി കഴിഞ്ഞാൽ എത്ര ജാറങ്ങൾക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും കൂട്ടരെ. ഇത് എവിടെ നിന്ന് കിട്ടിയത്? നിങ്ങൾക്ക് ഇങ്ങനെ കെട്ടിപ്പൊക്കുന്ന ആചാരം കിട്ടിയത് ഷിയാക്കളിൽ നിന്ന് കിട്ടിയ ആചാരം. ഒരു ചാണ് ഉയർത്താൻ പാടില്ല, അതിന്റെ അപ്പുറത്തേക്ക് ഉയർത്താൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റസൂലുള്ളാഹി പഠിപ്പിച്ച് കഴിഞ്ഞാൽ അവിടെ നിൽക്കണ്ടേ? നിങ്ങൾ ഈ ചാക്ക് കണക്കിന് പിന്നെ സിമെന്റും ലോഡ് കണക്കിന് കല്ലിട്ടിട്ട് ഒരു പിന്നെ തുണിയും വിരിച്ച് നിലവിളക്കും ചന്ദനത്തിരി കത്തിച്ച് മണ്ണും മുല്ലപ്പൂവും ചീർണിയും കൊടുത്തിട്ട് പിന്നെ ആണ്ടും ഉറൂസൊക്കെ നടത്തുന്ന ഏത് ആചാരമാണ്? അപ്പോൾ ജാറത്തിന്റെ എണ്ണം കൂടിയിട്ടുണ്ട് പ്രിയമുള്ളവരെ. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെയുള്ള ചൂഷണത്തിന്റെ വിഭാഗത്തിൽ നിന്നൊക്കെ നമ്മളെ രക്ഷപ്പെടുത്തിയതിന് അള്ളാഹു നമുക്ക് വലിയ നിയമത്താണ്. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.